ആഖിർ സമാനിലെ ഏറ്റവും ഭയാനകമായ കാര്യം ഈമാൻ നശിപ്പിക്കാനുള്ള ശ്രമം ലോകത്തെവിടെയും നടക്കും. ലോകത്ത് എവിടെയും നടക്കും. ലോകരാജ്യങ്ങളിൽ മുഴുവനും ഇതാ ഈമാൻ നശിപ്പിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ഈമാൻ ഖൽബിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഖുർആനിലെ അവസാന സൂറത്ത് അവസാന കാലത്തേക്കുള്ള ഒരു സൂറത്ത് കൂടിയാണ്. അത് ഏറ്റവും അതിന്റെ മുന്തഫിഅങ്ങൾ അവസാനത്തെ കാലത്തെ ജനങ്ങളാണ്. അവസാനത്തെ സൂറത്ത് അവസാനത്തെ ആളുകളുടെ കൂടുതൽ ഉപകരിക്കേണ്ടി വരും. അത് അവസാനത്തെ സൂറത്താണ്. അവസാനം ഇറങ്ങിയ സൂറത്ത് അതല്ല, പക്ഷെ അവസാനം അള്ളാഹുവിന്റെ വലയിലെ അവസാനത്തെ സൂറത്തുൻ നാസാണ്. ഇതിൽ വലിയ പാഠമുണ്ട്. ഖുർആനിലെ ലേശം കൂടി എന്നെ മൈക്കൊന്ന് ശ്രദ്ധിക്കുമോ, എന്നെ ബുദ്ധിമുട്ടാക്കല്ലേ. ഖുർആനിലെ അവസാനത്തെ സൂറത്തുൻ നാസാണ്. എന്താണ് അതിലെ പ്രമേയം? അതിന്റെ പ്രമേയം ഖുർആൻ എവിടുന്നാ വരുന്നത് നിങ്ങൾ ആലോചിക്കണം. ഖുർആൻ വരുന്നത് അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹ്. സംശയമില്ല, സംശയം വേണ്ട, സംശയം വേണ്ട, സംശയം വേണ്ട. സംശയം രോഗമാണ്, സംശയം നാശമാണ്. അടിസ്ഥാനങ്ങളിൽ സംശയിക്കുന്നത് നാശമാണ്, നരകമാണ്. സംശയം വേണ്ട, സംശയം വിഷമാണ് എന്ന് പറഞ്ഞാണ് ഖുർആൻ തുടങ്ങിയത്. ഖുർആൻ ആദ്യം തുടങ്ങിയത് നിസ്കരിക്കണം നോമ്പൊൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടല്ല. ചിന്തിക്ക്, നിസ്കരിക്കണമെന്ന് പറഞ്ഞത് 3-ാമത്തെ ആയത്തിലാണ്. നോമ്പ് നോക്കണം എന്ന് പറഞ്ഞത് 183-ാമത്തെ ആയത്തിലാണ്. ചിന്തിക്ക്, നിസ്കരിക്കണം എന്ന് പറഞ്ഞത് 3-ാമത്തെ ആയത്തിലാ. നോമ്പ് നോക്കണം എന്ന് പറഞ്ഞത് മുഅ്മിനെ ചിന്തിക്കണം. നോമ്പ് നോക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് 183-ാമത്തെ ആയത്തിലാ. എന്നാൽ സംശയം പാടില്ല എന്ന് പറഞ്ഞത് അതിന്റെ എല്ലാം മുമ്പാണ്. ദാലികൽ കിതാബു ലാ റൈബ ഫീഹ്. സംശയം വേണ്ട, സംശയം വേണ്ട. എന്തിന് സംശയം വേണ്ട എന്നാ പറഞ്ഞത്? ഹിദായത്തിന്റെ സബീലിൽ സംശയിക്കരുത്. നിങ്ങൾ അലസരായി കസേരയിൽ ഇരിക്കരുത്, വളരെ ഗൗരവമായിരിക്കണം. അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. വളരെ ഗൗരവമായിരിക്കണം. അലസരായി കസേരയിൽ ഇരിക്കരുത്. എല്ലാവരും വളരെ ഗൗരവമായിരിക്കണം. ഞാനൊരു 3-3.5 ഫൂട്ടുള്ള വലിയ വലിപ്പമില്ലാത്ത ഒരാളാണ്, താടിയും വലിപ്പം കുറവാണ് എന്നതുകൊണ്ട് അലസരായി കസേരയിൽ കിടക്കരുത്. വളരെ ഗൗരവമായി നിങ്ങൾ ചിന്തിക്കണം. എനിക്കത് അള്ളാഹു നൽകിയ ഒരു ഇബാദത്താണ്. ഇത് നിങ്ങൾ അലസരായ ഒരു UDF-കാരൻ്റെ പ്രസംഗം കേൾക്കും പോലെ റഹ്മത്തുള്ളാഹിന്റെ പ്രസംഗം കേൾക്കാൻ ഇരിക്കരുത്. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഇത് ഞാൻ വൈകുന്നേരം വേറെ എവിടെയും നാട്ടിൽ പറയാൻ സ്ഥലം കിട്ടാത്തതുകൊണ്ട് നിങ്ങൾ നാട്ടിൽ വന്നതല്ല. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഇത് ഇന്നത്തെ കാലത്തിൻ്റെ പ്രശ്നം പറയാം. താലക്ക് കൊടുത്തോളി, ഇത് പൊളിയും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ദീൻ നശിപ്പിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ആ ശ്രമത്തിൻ്റെ വലിയ ആളുകൾ വഹാബികളാണ്. വഹാബികളെ കരുതിയിരിക്കണം. അവർ ഉമ്മത്തിൽ വസ്വാസം ഉണ്ടാക്കി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും വഹാബിയത്ത് മുസ്ലിം സമുദായത്തിൻ്റെ ചെളിയാണ്. വളരെ നമ്മൾ ചിന്തിക്കണം, വളരെ ആലോചിക്കണം. ഇത് തമാശയല്ല. നിങ്ങളെ ചിന്തിക്കണം. ആദ്യം പറഞ്ഞ് ചങ്ങാതി നിസ്കരിക്കണം എന്നുമല്ല, നോമ്പ് നോക്കണം എന്നുമല്ല. ആദ്യം പറഞ്ഞത് സംശയം ഒഴിവാക്ക്. എന്തിന് സംശയം? എന്തിന് സംശയം ഒഴിവാക്കാനാ പറഞ്ഞത്? സംശയം ഒഴിവാക്ക് എന്നതിന് തൊട്ട് മുമ്പ് എന്താ പറഞ്ഞത്? അലിഫ് ലാം മീം. അത് നമുക്ക് അറിയില്ല. പിന്നെ എന്തിന് സംശയം ഒഴിവാക്കുന്ന പറഞ്ഞ്? സംശയം ഒഴിവാക്ക് എന്ന് പറഞ്ഞു. അടിത്തറയിൽ സംശയം വേണ്ട എന്ന് പറഞ്ഞു. ഇതിന്റെ മുമ്പ് വിഷയം പറഞ്ഞത് എന്താ? വിഷയം അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. സംശയം പാടില്ലാത്തത് അല്ലദീന അൻഅംത അലൈഹിം എന്നതിന്റെ സിറാത്തിലാണ്. സംശയം പാടില്ല. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം.
ഖുർആനിൽ സംശയം പാടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടിയെ ഖുർആൻ? എന്താണ് ഖുർആൻ? നമ്മൾ വെക്കുന്ന മാനയോ? മാന വെച്ചവർ നശിച്ചു പോയിട്ടില്ലേ ജനങ്ങളെ? മാന വെച്ചവനല്ലേ ചേകനൂർ നശിച്ചിട്ടില്ലേ? മാന വെച്ച മറ്റൊരാളല്ലേ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി നശിച്ചിട്ടില്ലേ? കിതാബിൽ സംശയം വേണ്ട. കിതാബ് എന്ത്? കിതാബിന്റെ മർമ്മം എന്ത്? കിതാബിന്റെ മർമ്മം അതിന്റെ പ്രത്യക്ഷമായ മാനയാണ് എങ്കിൽ ആ കിതാബിന്റെ മാനയിൽ കിതാബിന്മേൽ കൂടിയിട്ട് നശിച്ചിട്ടില്ലേ ചേകനൂര്? അല്ലാഹു നമ്മളെ കാക്കട്ടെ. കിതാബിന്മേൽ കൂടി നശിച്ചിട്ടില്ലേ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാൻ? നശിച്ചില്ലേ? കാഫിറല്ലേ? ചിന്തിക്ക്. അപ്പോൾ പിന്നെ സംശയം വേണ്ട എന്ന് പറഞ്ഞത് എവിടെയാ? നീ കാണുന്ന പ്രത്യക്ഷ മാനയല്ല, അതിന്റെ മാന പോലും തികഞ്ഞെടുക്കേണ്ടത് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. അതിന്റെ മാന പോലും നോക്കി വെക്കേണ്ടത് അല്ലദീന അൻഅംത അലൈഹിം എന്ന രീതിക്കനുസരിച്ചാണ്. അല്ലെങ്കിൽ ആ മാന പോലും മനുഷ്യനെ കാഫിറാക്കും. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറാ. യുളില്ലു ബിഹി കസീറൻ എന്ന് പറഞ്ഞിട്ടാണ് വയഹ്ദി ബിഹി കസീറ, കുറെ ആളുകൾ ഇതുകൊണ്ട് പഴച്ചു പോകും എന്ന് പറഞ്ഞിട്ടാണ് ഹിദായത്തിലാകും എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ചിന്തിക്കണം, നമുക്ക് അല്ലാഹു നിഅമത്ത് ചെയ്ത നാടാണ് കേരളം. ഈ നിഅമത്തിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇത് ഭൂമിയിൽ, ഇത് കഅബാലയത്തിന്റെ തൊട്ടടുത്തിരിക്കുന്നവൻ എന്താണ് അതിന്റെ അവൻ അല്ലാഹു ചെയ്ത നിഅമത്ത് എന്ന് മനസ്സിലാവില്ല. എന്നതുപോലെയാണ് കേരളത്തിൽ ജീവിക്കുന്ന മുസ്ലിമിന് അല്ലാഹു ചെയ്ത നിഅമത്ത് മനസ്സിലാവുന്നില്ല. കേരളത്തിൽ ജീവിക്കുക എന്നത് അള്ളാഹിന്റെ തൗഫീഖാണ്. കാരണം കേരളം അല്ലാഹു തൗഫീഖ് ചെയ്തൊരു നാടാണ്. അല്ലാഹു ഇസ്സത്ത് നിലനിർത്തി തരട്ടെ. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, അനവധി രാജ്യങ്ങളിൽ റബ്ബിന്റെ സഹായത്താൽ ഈ ആയുസ്സിൽ ഞാൻ യാത്ര ചെയ്തിട്ട് കേരളം പോലെ ഒരു നാടിനെ എൻ്റെ ആയുസ്സിൽ ഞാൻ കണ്ടിട്ടില്ല. ഹക്കാണ്, ഹക്ക് പറയാം. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും പലവട്ടം താമസിക്കാനും ആഴ്ചകളോളം താമസിക്കാനും മാസങ്ങളോളം താമസിക്കാനും പല ഘട്ടങ്ങളിൽ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. ഏഷ്യയിലെ പല രാജ്യങ്ങളിലും ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും, മുഴുവൻ ഞാൻ പറയുന്നില്ല, പക്ഷെ പല രാജ്യങ്ങളിലും റബ്ബിന്റെ സഹായത്തിൽ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ എല്ലാം പോയിട്ട് കേരളം പോലെ ഒരു നാട് ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, ചിന്തിക്ക, ഇല്ല. ഈ ഇരിക്കുന്ന മജ്‌ലിസിൽ എത്ര ആലിമീങ്ങൾ ഈ മജ്‌ലിസിലുണ്ട്. രാജ്യത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ 65% ഇൽമ പഠിപ്പിക്കാൻ വേണ്ടി ചെലവഴിക്കുന്ന സൗദി അറേബ്യയിൽ പോലും ഇങ്ങനെ ഒരു സദസ്സ് വിളിച്ചു കൂട്ടിയാൽ ഇത്രയേറെ ഉലമാക്കളെ കാണുക സാധ്യമല്ല. ഇത് അല്ലാഹു കേരളത്തിന് നൽകിയ തൗഫീഖാണ്. അൽഹംദുലില്ലാഹ്, നമ്മൾ കേരളത്തിൽ ജനിച്ചല്ലോ, അൽഹംദുലില്ലാഹ്. അതും കേരളത്തിന്റെ കനകമായ മലപ്പുറം ജില്ലയിൽ മലബാറിൽ ജനിച്ചു. അല്ലാഹു തആല ഈ ഇസ്സത്ത് നമുക്ക് നിലനിർത്തി തരട്ടെ. മനസ്സ് തുറന്നാമീൻ പറയും. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. മലബാറിലെ ആദ്യത്തെ ബാങ്ക്, മലബാറിൽ ആദ്യത്തെ പള്ളിയിൽ ബാങ്ക് കൊടുത്തത് ഹിജ്റ 5-നാണ്. കഅബാലയത്തിൽ ആദ്യം ബാങ്ക് കൊടുത്തത് ഹിജ്റ 8-നാണ്. അതാണ് മലബാർ. അല്ലാഹു ഈ ഇസ്സത്ത് നിലനിർത്തി തരട്ടെ. ഇനി നിങ്ങൾക്ക് എന്താ കേൾക്കേണ്ടത്? ഇനി നിങ്ങൾക്ക് എന്താണ് കേൾക്കേണ്ടത്? ഈ നാടിൻ്റെ ബർക്കത്ത് എത്രയാണ്? മുത്തുനബിക്ക് ഈ നാടിന് എത്ര ഇഷ്ടമുണ്ടാവും? കാരണം ലോകത്ത് നടക്കുന്ന ഓരോ സംഭവം അള്ളാഹുവിൻ്റെ ഹബീബിനെ അറിയില്ലേ? ഇന്നും അറിയുന്നല്ലേ നമ്മുടെ വിശ്വാസം? പിന്നെ അങ്ങനെ അന്നറിയാതിരിക്കണം? ഇന്നും അറിയുന്നല്ലേ? ഇന്നും ഇപ്പോൾ ഇതറിയുന്നല്ലേ? നമ്മൾ സുന്നികളല്ലേ? ദുനിയാവിലെ ഏതു കാര്യവും അള്ളാഹുവിൻ്റെ ഹബീബുമായി ബന്ധപ്പെട്ടത് അതാത് സന്ദർഭങ്ങളിൽ മലായിക്കത്ത് മുത്തുനബിയെ അറിയിച്ചു കൊണ്ടിരിക്കുന്നു എന്നല്ലേ മുഅ്മിനീങ്ങളെ നമ്മുടെ വിശ്വാസം? അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്. എങ്കിലേ ഹിജ്റ 5-ലാണ് കേരളത്തിലെ ആദ്യത്തെ പള്ളി. കണ്ണൂരിലുണ്ട്, മാടായിൽ ശിലാഫലകമുണ്ട്. സ്വഹാബത്തിന്റെ മെഹ്റാബ് ഭംഗിയായി അവർ കെട്ടി സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ റോഡ് ചുരുക്കിയപ്പോൾ അവിടെ പള്ളിയിൽ സൗകര്യം കുറവാണ്. അപ്പോൾ ഇപ്പുറത്തേക്ക് പള്ളി വിപുലീകരിച്ച് മെഹ്റാബ് അപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. എങ്കിലും സ്വഹാബത്തിന്റെ മെഹ്റാബ് അവർ ഭംഗിപ്പെടുത്തിയിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് പോലും അവിടെ പോയിട്ടുണ്ട്. എന്നാണ് അവൾ ബാങ്ക് തുടങ്ങിയത്. അവിടെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ
എന്ന് ബാങ്കുലി ആദ്യം മുഴങ്ങിയത് ഹിജ്റ 5-നാണ്. കഅബാലയത്തിൽ ആദ്യം ബാങ്കുലി മുഴങ്ങിയത് ഹിജ്റ 8-നാണ്. അഥവാ കഅബാലയത്തിൽ ബാങ്കുലി മുഴങ്ങുന്നതിന്റെ 3 കൊല്ലം മുമ്പ് ബാങ്കുലി മുഴങ്ങിയ നാടാണ് ബഹുമാനപ്പെട്ട മലബാർ. അല്ലാഹു ഈ ഇസ്സത്തിനെ നിലനിർത്തി തരട്ടെ. മനസ്സിലാക്കി ചെറുപ്പക്കാരാ, ചിന്തിക്ക്. അല്ലാഹു ഈ നാട്ടിൽ നൽകിയ ആദരവ് മുമ്പിനെ ചിന്തിക്കണം. സ്വന്തം നാടിനെ പറ്റി പഠിക്കാതിരുന്നാൽ എന്ത് കാര്യം? പഠിക്ക്, എന്റെ നാടുണ്ട്. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ഹിന്ദുവായ ഒരു രാജാവ് സ്വന്തം രാജ്യം വലിച്ചെറിഞ്ഞ മണ്ണാണ് കേരളം. മുഅ്മിനെ ചിന്തിക്കണം. ഇതാ കേരളത്തിൽ തെക്കേ മലബാറിൽ ഉണ്ടായിരുന്ന രാജാവ് എന്ത് ചെയ്ത്? ചക്രവർത്തി പെരുമാൾ റളിയല്ലാഹു അൻഹു, ഹിന്ദുവായ രാജാവ്, തെക്കേ മലബാറിലുള്ള ഹിന്ദുവായ രാജാവ് എന്ത് ചെയ്ത്? സ്വന്തം രാജ്യം സർവ സൗകര്യങ്ങളോട് കൂടിയും ഏറ്റവും വലിയ അധിപതിയായി വാഴുന്ന കാലത്ത് രാജ്യം തന്നെ വേറുള്ളവർക്ക് തിരെഴുതി കൊടുത്തിട്ട് ഇലാ ഹളറത്തിൽ മുസ്തഫ. ചിന്തിക്ക്. ഹക്കീം രേഖപ്പെടുത്തിയ റിപ്പോർട്ടിൽ കാണാം, ജാഅ മലികും മിനൽ ഹിന്ദി ഇലാ റസൂലില്ലാഹ് വമഅഹു ശൈഉം മിനസ് സൻജബീൽ. ഇത് ചക്രവർത്തി പെരുമാൾ എന്നാണ് പ്രധാന വ്യാഖ്യാനം. പിന്നെ ലഫാറിൽ വന്ന് മുസ്ലിം മതം സ്വീകരിച്ച് ലഫാറിൽ വെച്ച് ചക്രവർത്തി പെരുമാൾ വഫാത്തായി. ഞാൻ ഈ മുഹറത്തിലും ചക്രവർത്തി പെരുമാളെ സിയാറത്തിന് പോയിരുന്നു. ലഫാറിന്റെ ഇപ്പോഴത്തെ പേര് സലാല എന്നാണ്, ഒമാനിലാണത്. ചിന്തിക്കണം. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു സ്വന്തം നാടുപേക്ഷിച്ച് പോയ ചരിത്രം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. അത് വലിയ കാര്യം തന്നെ. പക്ഷേ കേരളക്കാരനെ പറ്റി പഠിച്ചാൽ അതൊന്നും കേരളക്കാരനെ അത്ഭുതപ്പെടുത്തില്ല. കാരണം അതിനേക്കാൾ വലിയൊരു അത്ഭുതപ്പെടുത്തൽ ഇവിടെ നടന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിന്റെ അദ്ദേഹം മുസ്ലിമാണ്, ബാപ്പ മുസ്ലിമാണ്, ഉമ്മ മുസ്ലിമാണ്. അദ്ദേഹം അള്ളാഹുവിന് വേണ്ടി രാജ്യം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണെങ്കിലും അത് സ്വാഭാവികതയാണ്. എന്നാൽ ഒരു ഹിന്ദുവായ രാജാവ് എന്ത് ചെയ്ത്? 21 പട്ടികളിൽ ഇഞ്ചി കെട്ടിയിട്ടില്ല ഹളറത്തിൽ മുസ്തഫ സുൽത്താന്റെ അടുത്തേക്കാണ് പോയി. ചിന്തിക്ക്. അപ്പോൾ ഇത് വളരെ തൗഫീഖുള്ള ഒരു മണ്ണാണ്. മുഅ്മിനീങ്ങളെ, ഇവിടെ കാണുന്ന ഈ സൗകര്യങ്ങൾ വല്ലാത്ത സൗകര്യങ്ങളുള്ളതാണ്. മുസ്ലിം സമുദായത്തിന് ഏറ്റവും 10 പള്ളികൾ സ്വഹാബികൾ ഉണ്ടാക്കിയതാണ്. 10 പള്ളി കേരളത്തിൽ സ്വഹാബികൾ ഉണ്ടാക്കിയതാണ്. ഇവിടുത്തെ ആചാരങ്ങൾ, രീതികൾ സ്വഹാബത്തും താബിഈങ്ങളും കാണിച്ചതാണ് റളിയല്ലാഹു അൻഹു. പള്ളി ഉണ്ടാക്കിയത് ആര്? സ്വഹാബത്ത്. എല്ലാ രീതികളും കാണിച്ചത് ആര്? സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു. ചിന്തിക്ക്. ആഫ്രിക്കയിൽ തൗറാത്ത് വന്നിട്ടുള്ള ആഫ്രിക്കയിൽ തൗറാത്ത് ആദ്യത്തെ വേദഗ്രന്ഥം തൗറാത്തല്ലേ? തൗറാത്ത് ആദ്യമായി ഇറങ്ങിയത് ആഫ്രിക്കയിലാണ്. ആഫ്രിക്കയിലെ ആദ്യത്തെ പള്ളിക്ക് തറക്കല്ലിടുന്നത് ഹിജ്റ 22-നാണ്. നല്ല ആലോചിച്ച് നോക്ക്. ആഫ്രിക്കയിലെ ആദ്യത്തെ പള്ളിക്ക് തറക്കല്ലിടുന്നത് ഹിജ്റ 22-നാണ്. ഫുസ്താത്തിൽ അംർ ഇബ്നു അസ് റളിയല്ലാഹു അൻഹു ആണ് ആഫ്രിക്ക ഭൂഖണ്ഡത്തിലെ ആദ്യത്തെ പള്ളിക്ക് തറക്കല്ലിട്ടത്. അംർ ഇബ്നു അസ് റളിയല്ലാഹു അൻഹു ഷാം വിജയത്തിന് ശേഷം അംർ ഇബ്നു അസ് റളിയല്ലാഹു അൻഹു മിസ്രിൽ പ്രവേശിച്ച് ആദ്യത്തെ പള്ളിക്ക് തറക്കല്ലിട്ടു. ആഫ്രിക്കയിലെ ആദ്യത്തെ പള്ളിക്ക് തറക്കല്ലിട്ടത് അംർ ഇബ്നു അസ് റളിയല്ലാഹു അൻഹു. ഉറക്കപ്പറ റളിയല്ലാഹു അൻഹു. ഇന്നും ആ പള്ളി മസ്ജിദ് അംർ ഇബ്നു അസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ആ പള്ളിയും ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളെ ചിന്തിക്കണം. ഇവിടെ ആദ്യത്തെ പള്ളി ഉണ്ടാക്കി 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് മുസ്തഫ നബി വഫാത്താവുന്നത്. ആഫ്രിക്ക വൻകരയിലെ ആദ്യത്തെ പള്ളി റസൂലുള്ളാഹിന്റെ കാലത്തില്ല, സിദ്ദീഖുൽ അക്ബറിന്റെ കാലത്തില്ല, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഭരണകാലത്താണ് ആദ്യത്തെ പള്ളി ആഫ്രിക്ക വൻകരയിൽ. നിങ്ങൾ കേരളത്തിന്റെ നിഅമത്ത് മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ ചിന്തിക്കണം. ആഖിർ സമാനി എന്ന് പറഞ്ഞാൽ പലരും പഴച്ചു. എവിടെയാ പഴക്കുക? വസ്വാസില പഴക്കുക. الذي يوسوس في صدور الناس الذي يوسوس في صدور الناس الذي يوسوس في صدور الناس മനുഷ്യ ഹൃദയങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കും.
ആരൊക്കെ ഉണ്ടാക്കും? മിനൽ ജിന്നത്തി വന്നാസ്. ചിലപ്പോൾ ജിന്നുകൾ വസ്വാസ് ഉണ്ടാക്കും, ചിലപ്പോൾ മനുഷ്യരും വസ്വാസ് ഉണ്ടാക്കും എന്ന് ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. മനുഷ്യരും വസ്വാസ് ഉണ്ടാക്കും. പുതിയ പുതിയ സംഘടനകൾ, പുതിയ പുതിയ ഇസങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ വന്നിട്ട് മനുഷ്യന്റെ ഖൽബിൽ നിന്ന് വസ്വാസ് ഉണ്ടാക്കിയാൽ എന്തുണ്ടാവും? വസ്വാസ് എന്നത് യഖീനിന് എതിരാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈമാൻ യഖീനാണ്, ഈമാൻ യഖീനാണ്. വബിൽആഖിറതി ഹും യൂഖിനൂൻ. എന്തിനാ യഖീൻ എന്ന് പറയുക? യഖന 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 എന്ന വാക്കിൽ നിന്നാണ് യഖീൻ എന്ന് പറയുക. യഖന യഖനൽ മാഉ യഖനൽ മാഉ ഇദാ സകന യഖനൽ മാഉ ഇദാ സകന യഖനൽ മാഉ ഇദാ സകന ഫിൽ ഇനാഇ യഖനൽ മാഉ ഇദാ സകന ഫിൽ ഇനാഇ. പാത്രത്തിൽ അനക്കം ഒഴിവാക്കി വെള്ളം അടങ്ങിയാൽ അപ്പോൾ പാത്രത്തിൽ വെള്ളം യഖീനായി എന്ന് പറയും. എന്നതുപോലെ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? എന്നതുപോലെ ഖൽബിൽ ഈമാൻ ആട്ടളക്കങ്ങളില്ലാതെ അടങ്ങിയാൽ പറ യഖീൻ എന്ന് പറയും. യഖീന് പൊളിക്കാൻ എന്ത് ചെയ്താൽ മതി? ചെറിയ ഒരു ഇളക്കം ഉണ്ടാക്കിയാൽ മതി. ചെറിയ ഒരു ഇളക്കം, അതിനാണ് വസ്വാസ് എന്ന് പറയുക. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്ക് 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 വളരെ ചിന്തിക്കണം. ചിന്തിക്ക്. യഖനൽ മാഉ ഇദാ സകന ഫിൽ ഇനാഇ وبالآخرة هم يوقنون وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. യഖീൻ മേൽ തറത്തുബായിട്ടാണ്, യഖീൻ മേൽ അവലംബിച്ചിട്ടാണ് ഹിദായത്ത് പറഞ്ഞത്. വബിൽആഖിറതി ഹും യൂഖിനൂന ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം. അപ്പോൾ എന്ത് വേണം? യഖീൻ വേണം. ചിന്തിക്ക്. തുടക്കത്തിൽ ആദ്യത്തെ അൽ-ബഖറയിലെ ആദ്യത്തെ 5 ആയത്ത് ഖാഇദത്തു ആയിൽ ഖുർആൻ, ഖുർആനിലെ മൊത്തം ആയത്തിന്റെ ഇരിപ്പിടം ബഹുമാനപ്പെട്ട അൽ-ബഖറയിലെ ആദ്യത്തെ 5 ആയത്താണ്. അതുകൊണ്ടാണ് ഹദ്ദാദിൽ പോലും ഈ 5 ആയത്ത് കയറിയത്. ഫാത്തിഹ കഴിഞ്ഞാൽ ഖുർആനിലെ മൊത്തം ആയത്തുകളുടെ ഇരിപ്പിടമാണ് അൽ-ബഖറയിലെ ആദ്യത്തെ 5 ആയത്ത്. അലിഫ് ലാം മീം മുതൽ ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ വരെ ബഹുമാനപ്പെട്ട അൽ-ബഖറയിലെ 5 ആയത്തുകൾ മൊത്തം ബാക്കി ഖുർആനിലെ ആയത്തുകളുടെ ഇരിപ്പിടമാണ്. അതിലെന്റെ തുടക്കത്തിൽ പറഞ്ഞത് ലാ റൈബ ഫീഹി വബിൽആഖിറതി ഹും യൂഖിനൂൻ. ലാ റൈബ ഫീഹി, ഈ ലാ റൈബ ഫീഹി തന്നെയാണ് യഖീൻ. വബിൽആഖിറതി ഹും യൂഖിനൂൻ. അതുകൊണ്ട് സംശയം വേണ്ട, ഖൽബിന്റെ ഉള്ളിൽ ഇളക്കം തട്ടിപ്പോകരുത്. എന്തിൽ ഇളക്കം തട്ടരുത് എന്നാ പറഞ്ഞത്? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. ഇളക്കുന്നതാര? അവസാനം ഊന്നി പറഞ്ഞു, മിനൽ ജിന്നതി വന്നാസ്. ചിലപ്പോൾ ഖൽബിന്റെ ഉള്ളിൽ നുഴഞ്ഞു കയറിയ ശൈത്താൻ ഖൽബിലെ ഈമാനിനെ ഇളക്കും. അല്ലാഹു കാക്കട്ടെ. ചിലപ്പോൾ നിങ്ങളുടെ ആളുകളുടെ കൂട്ടത്തിൽ നസിഹത്ത് പറഞ്ഞുകൊണ്ട് ചമഞ്ഞു വരുന്ന മനുഷ്യന്മാർ ഖൽബിനെ ഇളക്കും. മറ്റത് ജിന്ന് ശൈത്താൻ, മറ്റവൻ മനുഷ്യ ശൈത്താൻ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഖുർആനിൽ അവസാനം പറഞ്ഞത് മനുഷ്യൻ ശൈത്താനായ മനുഷ്യനെ പറ്റി പറഞ്ഞിട്ടാണ് ഖുർആൻ പിരിഞ്ഞു പോയത്. ലാസ്റ്റ് ആയത്ത് മനുഷ്യന്മാരിൽ വലിയൊരു ശതമാനം ശൈത്താന്മാരാണ് എന്ന് പറഞ്ഞിട്ടാണ് ഖുർആൻ പിരിഞ്ഞു പോയത്. അല്ലാഹു കാക്കട്ടെ. الذي يوسوس في صدور الناس من الجنة والناس. ഇതിന് സംഘടനകൾ വരും, ഇതിന് ഈസങ്ങൾ വരും, പ്രത്യയശാസ്ത്രങ്ങൾ വരും. ഒരു നൂറ്റാണ്ടിലേറെയായി ലോകരാജ്യങ്ങളിൽ മുസ്ലിം സമുദായങ്ങളിൽ ശക്തമായ തെറ്റിദ്ധരിപ്പിക്കൽ നടന്നുകൊണ്ടിരിക്കുന്നു. തെറ്റിദ്ധരിപ്പിക്കലിന്റെ പണിയാരായെടുക്കുന്നത് കാര്യമായി ബിദ്അത്തിന്റെ കക്ഷികൾ തന്നെ. ഇത് ആഖിർ സമാനിലെ ഒരു പ്രശ്നമാണ്. മനുഷ്യന്റെ ഈമാൻ നശിപ്പിക്കും. മിനൽ ജിന്നതി വന്നാസ്. അപ്പോൾ മുസ്ലിമീങ്ങൾ ക്ഷയിച്ചു. മുസ്ലിമീങ്ങൾ ഒരു നൂറ്റാണ്ടായി ക്ഷയിച്ചു കിടക്കുകയാണ്. എന്റെ കാര്യം ഈമാനിൽ കോട്ടം തട്ടിപ്പോയതാണ് ഏറ്റവും വലിയ കാര്യം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മുസ്ലിമീങ്ങൾ ഇങ്ങനെയല്ല. മുസ്ലിമീങ്ങൾ ഒരു അമേരിക്കക്കാരൻ്റെയും അമ്മിക്ക് ചുവട്ടിൽ വാല് വെച്ചിട്ട് ഇങ്ങനെ ഓക്കാനിച്ച് നിൽക്കുന്ന പണിയൊന്നും മുസ്ലിമീങ്ങൾക്കില്ല.
ചിന്തിക്ക്. 90 ആളുകളെയും കൊണ്ടാണ് മുഖദ്ദസ് പള്ളി മോചിപ്പിച്ചത് മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു. 91ാമത്തെ ആളില്ല. അന്ന് യൂറോപ്യൻ പട്ടാളം ജെറൂസലേമിൽ 2 ലക്ഷമുണ്ട്. 90 ആളുകളെയും കൊണ്ടാണ് പോയത് മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹുവിന്റെ ദറജയേറ്റി കൊടുക്കട്ടെ. മുഅ്മിനീനെ ചിന്തിക്കണം. ഒരു ഇംപീരിയലിസത്തിനും ഇസ്ലാം വഴിപ്പെടുകയില്ല, ഒരു ജുഡായിസത്തിനും ഇസ്ലാം വഴിപ്പെടുകയില്ല. ഒരു നൂറ്റാണ്ടായി മുസ്ലിം സമുദായം ഇവിടെ ജൂത ക്രൈസ്തവ ലോബികളുടെ പിന്നിൽ, പ്രത്യേകിച്ച് ജൂത ലോബികളുടെ പിന്നിൽ ഓച്ചാനിച്ചു നിൽക്കുകയാ. ഒരു ആജ്ഞാശക്തിയുള്ള വാക്ക് പറയാൻ പോലും കഴിയുന്നില്ല. ബർമയിൽ മുസ്ലിം സമുദായത്തിന് ഏറ്റ പ്രയാസം എത്രയാ? ലോക മുസ്ലിം രാജ്യങ്ങളിൽ നിന്നൊരു അഭിപ്രായം പോലും ഉയർന്നില്ല. എന്തുകൊണ്ട്? മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈമാനിൽ ഇളക്കം തട്ടിപ്പോയാല്, മുൻഗാമികളുടെ വഴിയിൽ നിന്ന് മാറിപ്പോയാല് അടിത്തറ പൊളിഞ്ഞു പോകും. പിന്നെ അവർക്ക് എണീറ്റ് നിൽക്കാൻ സാധ്യമല്ല. ആദ്യത്തെ യുദ്ധം നടന്നത് മുത്തുനബിക്ക് ശേഷം ആദ്യത്തെ യുദ്ധം നടന്നത് യമാമയില. ആദ്യത്തെ യുദ്ധം യമാമയിലാണ്. ചിന്തിക്ക്. ആരാണ്? സൈന്യാധിപൻ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖുൽ അക്ബറിന്റെ കാലഘട്ടത്തിൽ കള്ളപ്രവാചകനെതിരെ യമാമയിലേക്ക് പട പറഞ്ഞയച്ചു മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. യമാമ എന്നാൽ ഇന്നത്തെ റിയാദ്. അവിടെ വാദി ഹനീഫ് എന്നൊരു സ്ഥലമുണ്ടായിരുന്നു. അവിടെയാണ് മുസൈലിമയും 21,000 കാലാൾ പട്ടാളവും തമ്പടിച്ചിരുന്നത്. അവർക്കെതിരെ യുദ്ധത്തിൽ പോയി ആളെ പറഞ്ഞയച്ചു മഹാനായ സയ്യിദുനാ സിദ്ദീഖ്. ഉറക്കപ്പറ സയ്യിദുനാ സിദ്ദീഖ്. ഷഡിക്ക് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനെ നിലനിർത്താൻ വേണ്ടി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ യുദ്ധത്തിന് പടയെ പറഞ്ഞയച്ച് റിയാദിലേക്ക്. പേര് യമാമ യുദ്ധം എന്ന പേരിൽ ഇതറിയപ്പെട്ടു. ഈ യുദ്ധത്തിൽ തരട്ടെ. ഖാലിദിന്റെ നേതൃത്വത്തിൽ യുദ്ധത്തിനിറങ്ങിയ സ്വഹാബികളുടെ മുദ്രാവാക്യം വാ മുഹമ്മദ, വാ മുഹമ്മദ, വാ മുഹമ്മദ. അപ്പോഴത്തിന് മുഹമ്മദ് മുസ്തഫ വഫാത്തായി പോയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കപ്പറ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മുഹമ്മദ് എന്നത് അവർക്ക് ഊർജ്ജമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണേ, മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. മുത്തുനബിയേ 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 വാ മുഹമ്മദ, വാ മുഹമ്മദ, വാ മുഹമ്മദ, വാ മുഹമ്മദ. ഇബ്നു തൈമിയയുടെ ശിഷ്യൻ ഹാഫിദ് ഇബ്നു കസീർ അടക്കം അൽ ബിദായത്ത് വന്നിഹായയിൽ ഈ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. وكان شعارهم يومئذ ومحمدا ومحمدا എന്ന മുദ്രാവാക്യം വിളിച്ചാണ് യമാമയിൽ മുസ്ലിം പട്ടാളം യുദ്ധം ചെയ്തത്. അപ്പോൾ പട്ടാളത്തിൽ അവർ വിജയിക്കാനുള്ള സ്രോതസ് എന്താ? വാ മുഹമ്മദാ, വാ മുഹമ്മദാ. യർമൂക്കിലേക്ക് യുദ്ധത്തിൽ പോയി മഹാനായ സയ്യിദുനാ ഖാലിദ് ബിൻ വലീദ്. ഉറക്കപ്പറ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. തനിക്കൊരു തൊപ്പി ഉണ്ടായിരുന്നു. ആ തൊപ്പി യുദ്ധക്കളത്തിൽ വീണു പോയി. തൊപ്പി അന്വേഷിക്കാൻ വേണ്ടി അദ്ദേഹം യുദ്ധത്തിൽ വളരെ കഷ്ടപ്പെട്ടു. തൊപ്പി എത്തിയില്ല. അവസാനം കുതിര കുളമ്പടിയും ഒട്ടക കുളമ്പടിയും ഏറ്റ് പിന്നിപ്പോയ ഒരു തൊപ്പി ആരോ ഒരു പൊടി പടലം പിടിച്ചിട്ട് ചെളിയായി ആകെ ഇരുണ്ടു പോയ ഒരു തൊപ്പിയും കൊണ്ട് ആരോ ഓടി വന്നു. ഇതാണോ നേതാവേ? അപ്പോൾ പറഞ്ഞു ഇത് തന്നെ. ആ തൊപ്പി വാങ്ങിയിട്ട് ആ തൊപ്പിയെ ചുംബിച്ചു മഹാനായ ഖാലിദ് ബിൻ വലീദ്. എന്റെ തൊപ്പിയെ ചുംബിക്കാൻ കാരണം وكان شعرات من شعر النبي صلى الله عليه وسلم في قلنسوة خالد بن الوليد رضي الله عنه. ഖാലിദ് യുദ്ധത്തിന് പോവുകയാണെങ്കിൽ ഒരു തൊപ്പി ധരിക്കും. ആ തൊപ്പി വെച്ചിട്ട് ഒരു നാട്ടിൽ നിന്ന് പരാജയപ്പെട്ട് ഖാലിദ് പോന്നിട്ടേ ഇല്ല.
ഖാലിദ് ഒരു തൊപ്പി ധരിക്കും റളിയല്ലാഹു അൻഹു. സയ്യിദുനാ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിൽ അങ്ങ് ഒരു തൊപ്പി ധരിക്കും. ആ തൊപ്പിയാണ് വീണ് പോയത്. പിന്നെ ആളുകൾ അത്ഭുതപ്പെട്ടു, എന്തിനാണ് ഈ വൃത്തികെട്ട തൊപ്പിയും കുതിരക്കോളിമ്പടിയേറ്റുമ്പോഴാണ് ഈ തൊപ്പിക്ക് ഇത്ര വാശി പിടിക്കുന്നത്? അപ്പോൾ അദ്ദേഹം തൊപ്പിയുടെ രഹസ്യം പറഞ്ഞു കൊടുത്തു. വക്കാന شعرات من شعر النبي صلى الله عليه وسلم وكانت شعرات من شعر النبي صلى الله عليه وسلم في قلنسوة خالد بن الوليد. ഖാലിദിന്റെ തൊപ്പിയിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒറിജിനൽ മുടി തുന്നി പിടിപ്പിച്ചിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്ക്, ഇതാണ് ഖാലിദിന്റെ വിജയരഹസ്യം. ഖാലിദ് ബഹുമാനപ്പെട്ട ഹജ്ജത്തുൽ വദാഇൽ മുത്ത് മുഹമ്മദ് മുസ്തഫ തഹല്ലുലിന്റെ സമയത്ത് മിനായിൽ വെച്ച് മുടി കളഞ്ഞിട്ട് ബഹുമാനപ്പെട്ട അബൂ ത്വൽഹയുടെ കയ്യിൽ കൊടുത്ത് ഫവസ്യഅഹാ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ അത് വിതരണം ചെയ്യാൻ മുസ്തഫ നബി കൽപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്തു. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ മുടി ഖാലിദ് റളിയല്ലാഹു അൻഹു തൊപ്പിയിൽ തുന്നി പിടിപ്പിച്ചു. പിന്നെ ആ തൊപ്പി തലയിൽ വെച്ചിട്ടാണ് യുദ്ധക്കളത്തിൽ ഇറങ്ങുക. ആ തൊപ്പി തലയിലുള്ള ഒരു യുദ്ധത്തിലും പരാജയപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇതാണ്. ഇവിടുന്ന് ഇളക്കം പറ്റലിനെ പറ്റിയാണ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചിന്തിക്കണം. മുസ്ലിം സമുദായത്തിന്റെ മർമ്മം എന്താണ്? സ്വാലിഹീങ്ങളായ മുൻഗാമികളോടുള്ള ബന്ധമാണ്. സ്വാലിഹീങ്ങൾ നടപ്പിലാക്കിയത് നടപ്പിലാക്കലാണ്. ഇസ്ലാമിന്റെ പ്രബോധനം നടത്തിയത് ലോകം കണ്ട സ്വാലിഹീങ്ങളാണ്. പ്രബോധനത്തിന്റെ മാധ്യമം, പ്രബോധനത്തിന്റെ ഏറ്റവും വലിയ വഴി എന്താ? ഒരു മനുഷ്യന്റെ മഹത്വം തന്നെ. പ്രബോധനത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് ഒരിക്കലും സ്നേഹസംവാദമല്ല. സ്നേഹസംവാദം ശരിയാണോ തെറ്റാണോ എന്നൊന്നും ഈ പറയുന്നതിന് അർത്ഥമില്ല. പക്ഷേ സ്നേഹസംവാദം കൊണ്ടല്ല ലോകത്ത് ഇസ്ലാം മത പ്രബോധനം നടന്നിട്ടുള്ളത്. അത് ആലോചിക്കണം. അത് മർമ്മമല്ല, അത് ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ മർമ്മമല്ല. ഇന്ന് എം.എം. അക്ബറും ഇപ്പോൾ എം.എം. അക്ബറും സാക്കിർ നായിക്കും ഒന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഇസ്ലാമിക പ്രബോധനത്തിന്റെ മർമ്മമല്ല. പ്രബോധനത്തിന്റെ മർമ്മം ഒരു ജനതയുടെ സ്വലാഹിയത്താണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ ഹുദാതായ അസ്ഹാബി കന്നജും, നക്ഷത്ര സമാനരായ ആളുകളെയാണ് ലോകരാജ്യത്തേക്ക് പറഞ്ഞയച്ചത്. അവർ ഒരു രാജ്യത്തും വാദപ്രതിവാദത്തിന് വന്നിട്ടില്ല. അവരൊരു രാജ്യത്തെ അന്യ സമുദായക്കാരോട് സ്റ്റേജ് കെട്ടി വാദപ്രതിവാദം നടത്തിയിട്ടുമില്ല. പ്രബോധനത്തിന്റെ വഴി തെറ്റിപ്പോയത് ഈ കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിന്റെ മേൽ മറ്റുള്ളവരുടെ ശത്രുത വർദ്ധിക്കാൻ കാരണമായി എന്നതും ഇത്തരുണത്തിൽ എടുത്തു പറയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ചിന്തിക്ക്. ഇപ്പോൾ എം.എം. അക്ബറിനെ പോലെയും സാക്കിർ നായിക്കിനെ പോലെയുമുള്ള ആളുകൾ ചെയ്യുന്നത് അവരുടെ മേൽ അനാവശ്യമായി കരിനിയമങ്ങൾ ചുമത്തുക എന്നത് തെറ്റാണ്. അത് ഒരു സർക്കാരും ചെയ്യാൻ പാടില്ല. കാരണം UAPA എന്നത് കരിനിയമമാണ്. അതായത് ആരുടെ മേൽ ചുമത്തിയാലും തെറ്റാണ്. അതേസമയം ഇവർ നടത്തുന്ന പ്രബോധന ശൈലി ഇസ്ലാമിക പ്രബോധന ശൈലിയുടെ അടിത്തറയോ ആധാരമോ അല്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ലോകത്തെവിടെയും സ്നേഹസംവാദത്തിന് വേണ്ടി വന്നിട്ടില്ല. പിന്നീട് അവർ വന്നത് ശുദ്ധമായ ജീവിതവും കൊണ്ടാണ്. കണ്ടവർ അവർ മഹാന്മാരാണെന്ന് അംഗീകരിച്ചു, ഇസ്ലാമിനെ സ്വീകരിച്ചു. നിങ്ങളെ ചിന്തിക്കണം. 1.25 ലക്ഷം സ്വഹാബികൾ മദീനയിൽ ഉണ്ടായിട്ട് 10,000-ൽ താഴെ സ്വഹാബികളുടെ ഖബറേ മദീനയിലുള്ളൂ. ബാക്കിയുള്ള സ്വഹാബികൾ എവിടെ? അവർ ലോകരാജ്യങ്ങളിൽ പോയി അവിടെ വെച്ച് മരിച്ചു. അവരെ കണ്ടവരെല്ലാം കണ്ടവർ മുസ്ലിമായി. എന്തുകൊണ്ട്? അതവരെ മഹത്വം. പ്രബോധനത്തിന്റെ ആധാരം ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനമാണ്. അപ്പോൾ കാണുന്നവർ വിചാരിക്കും ഇയാൾ അള്ളാഹുവിന്റെ ആളു തന്നെ, അപ്പോൾ ഇയാളെ സ്വീകരിക്കാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്. അല്ലാതെ അന്യ സമുദായക്കാരുടെ മേക്കെട്ട് കിടക്കുന്ന വാദപ്രതിവാദമല്ല പ്രബോധനത്തിന്റെ മാനദണ്ഡം. അത് ശത്രുത പെരുപ്പിക്കും എന്നതിനപ്പുറം വലിയ ലാഭമൊന്നും അതിലുണ്ടാവുകയില്ല. ചെറിയ ലാഭങ്ങളെ വലിയതായി പെരുപ്പിക്കാണിക്കരുത്. മൂക്കിലൂടെ കഞ്ഞിവെള്ളം പറഞ്ഞാലും കുറച്ചൊക്കെ ഹൽക്കിലെത്താം. പക്ഷേ മൂക്കാണ് കഞ്ഞിവെള്ളം
മാനദണ്ഡം എന്ന് മനസ്സിലാക്കരുത്. അത് തൊള്ളേ കൂടി തന്നെ പാലലാണ് നല്ലത്. ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. ഓരോന്നിനും അതിന്റെ വഴിക്കന്നെ ചെയ്യണം. റീഡിങ്ങിൽ പേച്ചു പോകരുത്. ബഹുമാനപ്പെട്ട സ്വഹാബത്ത് എന്ത് ചെയ്ത്? ബലഗനി ഖാല മാലിക് ഇബ്നു അനസ് ബലഗനി അന്ന النصارى ലമ്മാ റഅൂ അസ്ഹാബ റസൂലില്ലാഹി, ഷാമിലും യമനിലുമെല്ലാം സ്വഹാബികൾ ചെന്നപ്പോൾ അവിടെയുള്ള ക്രിസ്ത്യാനികൾ മുസ്വഹാബികളെ കണ്ടതോടുകൂടി അസ്ലമു, ഇസ്ലാമിലേക്ക് വന്നു. ലമ്മാ റഅൂ അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്ക് ഇത് ഇബ്നു കസീർ പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നുമില്ല, സ്വഹാബികളെ കണ്ടപ്പോഴത്തിനാണ് തോന്നുക, കണ്ടവർക്കൊക്കെ തോന്നുക, മുശ്രിക്കീങ്ങൾക്ക് തോന്നുക ഇവർ വലിയ പടച്ചോന്റെ ആളുകൾ തന്നെയാണ്, അവരെ മുഖത്ത് അതുണ്ട്. അപ്പോൾ അവർ വേഗം ഇസ്ലാമിലേക്ക് വരിക. അങ്ങനെ തന്നെ ചിന്തിക്കണം.